ഓഹോ, കൊച്ചമ്മമാരൊന്നും റെഡി ആയില്ലേ ഇതുവരെ? എടി സുനിതേ, വരുന്നു ഏട്ടാ. ഓ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. ഓരോരുത്തരുടെ സൗകര്യത്തിന് തുറക്കാനും പൂട്ടാനുള്ള അല്ല എന്റെ ഡിസ്പെൻസറി. ഈ ആയുർവേദ ഡോക്ടർക്ക് MBBS ഡോക്ടറെക്കാളും വലിയ ഗമയാണല്ലേ അമ്മേ? MBBS അഡ്മിഷൻ കിട്ടാതിരുന്ന എന്റെ കുഴപ്പം കൊണ്ടാണോടി. ആയുർവേദം അത്ര മോശമൊന്നുമല്ല. മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കുടിക്കേ. മറ്റവളോടെ പോയി. എടി സുധേ, ഞാൻ റെഡി. അയ്യേ, എന്തും നാടിയത്. കഥകളിക്ക് ചുട്ടി കുത്തി പോലുണ്ടല്ലോ. തൂത്തള. ഇന്നെന്താ ഡിസ്പെൻസറി തുറക്കാൻ ഇന്ന് തിടുക്കം? അറിയില്ലേ, ഇന്ന് ഗ്രൗണ്ടിൽ എന്തിനാ നീ ഇപ്പൊ കളിക്കാൻ പോവാറുണ്ടോ? അല്ലമ്മേ, ടീം ക്യാപ്റ്റൻ ഗ്രൗണ്ടിൽ ഒന്ന് വീണു. പുള്ളിക്കാരൻ ചികിത്സിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയിലല്ലേ അല്ലേ? എന്നിട്ട് അയാൾക്ക് സുഖമായോ? പിന്നെ വളരെ സുഖമായിട്ട് വരുന്നേ. ബസ് ചാർജ് വർധന നടപ്പാക്കും വകുപ്പ് മന്ത്രി. മന്ത്രി നടപ്പാക്ക് കിടപ്പാക്ക് എന്ത് വേണേലും ചെയ്യട്ടെ. അമ്മാവൻ ആദ്യം പിടിക്കുന്ന എന്തിനാ? നമുക്ക് കാറുണ്ട്, അതിൽ പോവാം. വാ. എങ്ങോട്ട്? നമ്മുടെ ഡിസ്പെൻസറി ഒന്ന് പെയിന്റ് ചെയ്യണം. പോകുന്ന വഴി അമ്മാവൻ ഇറങ്ങി ഏതെങ്കിലും ഒരു പണിക്കാരനെ തപ്പിയെടുക്കണം. അത് ശരി. ഭാഗരതി, ഒരു ഉടുപ്പും കൊടുത്ത്. നമുക്കേ ആ തൊളവായ ഭാസ്കരനെ വിളിക്കാം. അവനാണെങ്കിൽ 2 ദിവസം കൊണ്ട് പണി തീർക്കും. മിടുക്കനാ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇറങ്ങ. ബൈ. ഓക്കെ, ബൈ ബൈ. വൈദ്യരെ, സോറി ഫോർ ദ ഡിലേ. ഓടി വായി നോക്കിയാൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ചെല്ല്. വായി നോക്കിയാണല്ലോ ചേട്ടൻ ഒരെണ്ണത്തിനെ വലയിലാക്കിയത്. വേഗം ചെല്ല്, കാത്തു നിൽക്കുന്നുണ്ടാവും. അതിനു വേണ്ടിട്ടാണല്ലോ തൊളവായം ഭാസ്കരനെ വിളിക്കാനെന്നും പറഞ്ഞ് അമ്മാവിനെ വഴിയിലിറക്കി വിട്ടത്. നീ ആള് കൊള്ളാമല്ലോടി. നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ, എങ്ങനെ മനസ്സിലാകാതിരിക്കും? ഓക്കെ, ചെല്ല്. ടയർഡായി മാധവേട്ടാ, ടൂ ടയർഡ്. ഇന്റർനാഷണൽ താരത്തിന്റെ ക്ഷീണം മാറ്റാൻ ഞാൻ പോയി ഇത്തിരി ഗ്ലൂക്കോസ് കഴിക്കണമെന്നല്ലോ. ആയിക്കോട്ടെ, താങ്ക്സ്. ഒറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ. ഞാൻ കൊള്ളണം. അതിനു വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓഹോ, അപ്പൊ തല്ലാനാണോ കല്യാണം കഴിക്കുന്നത്? സംശയം എന്താ കുട്ടി? ഇമ്മിണി പുളിക്കും. ചോദിക്കാനും പറയാനും ശോഭാമേനോന് ആളുണ്ടെന്ന കാര്യം മറക്കണ്ട. സംസാരിച്ചെന്ന സമയങ്ങളെന്താ? വാ, വണ്ടി കയറ്. മാധവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് 1-2 പ്രപ്പോസലുകൾ വന്നിരിക്കുക. വളരെ നല്ല കാര്യല്ലേ, നല്ലൊരെണ്ണം നോക്കി നടത്തി തരാൻ പറ. സീരിയസ് ആയിട്ടാ പറയുന്നത്. എടി പെണ്ണേ, ഞാൻ മൂളാതെ നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കിട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? രവീന്ദ്രന്റെയും സുനിതയുടെയും കല്യാണം നടക്കുന്ന അതേ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടും. പ്ലാനൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ, എന്റെ അച്ഛനോട് ചെന്ന് വിവരം പറയണം. അതൊക്കെ പറയാന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു മർക്കടൻ മാർഗതടസ്സം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. മർക്കടനോ? അതാര്? നമ്മുടെ അമ്മാവൻ തന്നെ. 2 അടി പൊക്കത്തില് വാമനെ പോലെ തനി ഒരു ഈച്ച മേനോൻ. കണ്ടാ തന്നെ അറിയാം, തലയിലോട്ട് മുടിയില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊട്ട് സമ്മതിക്കൂല. മർക്കടൻ, തനി ഈച്ച മേനോൻ. മരുമകന്റെ വേളിപ്പെണ്ണിന് നാക്കിനെത്ര നീളം വേണം, മൂക്കിനെത്ര വണ്ണം വേണം എന്ന് തുടങ്ങി 100 കൂട്ടം ഡിമാൻഡ്. ഇതിനൊക്കെ പുറമെ 5 lakhs സ്ത്രീധനം. എത്ര? 5 lakhs. ഒരു ഡൂക്കിലെ ആയുർവേദ വൈദ്യർക്ക് 5 ലക്ഷം രൂപ സ്ത്രീധനമോ? ഒത്തിരി കിട്ടും. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ രൂപ ഇങ്ങോട്ട് തരണം. രൂപ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, നീ വണ്ടി കയറ്. അത് പോട്ടെ, ആ മർക്കടൻ അമ്മാവനിപ്പോ എവിടെയുണ്ട്? അയാളെ വീട്ടിലെങ്ങാനും കാണുന്നത്, വേറെ ആര് കേട്ടാൻ? ആരാടാ നിന്റെ മർക്കടൻ? നിനക്ക് മാർഗകളെ ഉണ്ടാക്കുന്ന ഈ ചമ്മേനോൻ ഞാനാണോ? പറയടാ. അല്ല അമ്മാവ, അത് ഞാൻ വേറെ അമ്മാവൻ, ഇന്ദുലേഖയുടെ ചന്തുമേനോൻ. ഇന്ദുലേഖയുടെ ചാട്ടിയടാ, പോടാ. വെറുതെ അല്ല പൊക്കം വയ്ക്കാത്തത്. എന്താ